ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാങ്ങേൻ്റെ സീസണല്ലേ. അപ്പോൾ അതേ കുറച്ച് മാങ്ങ കിട്ടിയിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആങ്ങളുടെ ഒരു വീടുണ്ട് കേട്ടോ, വാടകയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അവിടെ നല്ലോണം മാങ്ങുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് മാങ്ങയൊക്കെ എടുത്ത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങ കൊണ്ട് ഒരു 5-6 ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഞങ്ങളിത് ആങ്ങളുടെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ആങ്ങളുടെ വീട്. ഇത് വാടകയ്ക്ക് കൊടുത്തതാണ്. ഇപ്പോൾ ഇതിലുള്ള ആൾക്കാർ പുറത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവരുണ്ടായിരുന്നില്ല. നല്ലോണം മാങ്ങ ഉണ്ടായിരുന്നു. കുറേയൊക്കെ അവർ ആദ്യം തന്നെ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനും ഫിനിമോളും പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയും പിന്നെ മാമനും മാമിയും പിന്നെ ആങ്ങളുടെ ഭാര്യയും എല്ലാവരും കൂടിയാട്ടോ മാങ്ങ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടി ഷിബിലിമോനും കയറാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. പക്ഷേ കയറാൻ പറ്റുന്ന മരങ്ങളായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു നെറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ കുലുക്കി ചാടിച്ചു. പിന്നെ അത് ഷിബിലിമോളും നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയും കൂടി ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് എടുത്തതാണ് കേട്ടത്. അങ്ങനെ ഒരുപാട് എണ്ണം കിട്ടിയിട്ടാ. പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എടുത്തു കേട്ടോ. പച്ച ഉണ്ടായിരുന്നു, പഴുത്തവും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിലത്ത് വീഴാത്തൊക്കെ പഴുപ്പിക്കാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ പോയത് വൈകുന്നേരം ടൈമിലാണ് കേട്ടോ. ഒരു 4:30 ശേഷം വെയിലൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ വിചാരിച്ചു. ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ നമുക്ക് വേണ്ടത് കുറച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാറിനും ഉപ്പിലിനും എന്നിട്ട് ഓരോരോ റെസിപ്പികൾ ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ ഓരോരോ ദിവസം വെച്ച് വീഡിയോ എടുത്താൽ കേട്ടോ. എന്നിട്ട് ഒന്നിച്ച് അപ്ലോഡ് ചെയ്തതാണേ. അങ്ങനെ ഇന്ന് സഹായത്തിനായിട്ട് നമ്മൾ ഷിബിലിമോനെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറിടാനുള്ളതും ഉപ്പിലിടാനുള്ളതൊക്കെയാണ് കേട്ടോ ഈ ചെയ്യുന്നത്. അവൻ തന്നെ ആദ്യം കഴുകി കൊണ്ടുവന്നാ കേട്ടോ. എന്നിട്ട് അവന് നല്ല ഈ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു തുണി കൊണ്ട് തുടക്കുകയാണ് കേട്ടോ. കഴുകി ആ സ്പോട്ടിൽ തന്നെ അച്ചാർ ഉപ്പിലിട്ടാലൊക്കെ എന്താണ് പ്രശ്നം എന്നറിയാം, പെട്ടെന്ന് പോപ്പ് വരും. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ കാലം ഇരിക്കും കേട്ടോ. പിന്നെ ആദ്യം തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഒരു കുപ്പിയിൽ ആദ്യം തന്നെ ഒന്ന് ഉപ്പിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഷിബിലിമോന് കൂടെ ഉള്ളതുകൊണ്ട് ബോറടിക്കുന്നില്ല കേട്ടോ. കാരണം ഓരോരോ തമാശകൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ 3-4 ഐറ്റം മാങ്ങ കേട്ടോ. പിന്നെ ലാത്തി മാങ്ങ ഉണ്ട്, കോമാങ്ങ ഉണ്ട്, പിന്നെ ഇതൊക്കെയോ വേറെ 2 ഐറ്റം മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ പഴുക്കാനുള്ളത് വേറെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ കൊണ്ടുവന്നതിൽ കുറച്ച് അടുത്ത വീട്ടിലേക്കും അതുപോലെ തന്നെ നമ്മൾ ഫാമിലി വീട്ടുകാർക്കൊക്കെ കുറേശ്ശെ എത്തിച്ചു കൊടുത്തു കേട്ടോ. ആർക്കും ഇവിടെ മാങ്ങില്ലാത്തവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കുറേശ്ശെ കൊടുത്തു. ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോഴേക്കും അടുക്കള പണികളൊക്കെ കഴിയില്ല. ഭക്ഷണം കഴിച്ച് അതിന് ശേഷമാണ് കേട്ടോ ഈ തുടങ്ങിയിട്ടുള്ളത്. ജനലും തുറന്നിട്ടതാണ് കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകുമ്പോൾ ഫാനുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചു. ഇതിൽ ചില മാങ്ങകളിലൊക്കെ കളറ് വീണിട്ടുണ്ട്, പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ ചിലതൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെയുള്ളതാകുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അച്ചാറിന്. അങ്ങനെ അത് കുറേ ഇരുന്ന് ചെയ്തു കേട്ടോ. പിന്നെ അത് നിന്ന് ചെയ്തു കേട്ടോ. അങ്ങനത്തെ മാങ്ങാരിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ അരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഷിബിലിമോനത് വേസ്റ്റൊക്കെ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടിലും ആയിട്ടാ. അങ്ങനെ ഇത് ഇവിടെയൊക്കെ ക്ലീനാക്കി ഒക്കെ എടുത്ത് വെച്ച് ഷിബിലിമോന് പുറത്തെത്തിയിട്ടാണ് വേസ്റ്റ് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട്. അപ്പം അത് മാങ്ങയിൽ കുറച്ച് സുറുക്കിയും കുറച്ച് ഉപ്പും പിന്നെ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് കേട്ടോ മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത്. അങ്ങനെ മാങ്ങക്കട്ടയിലൊക്കെ കഴിഞ്ഞ് ഇത് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടോ. പിന്നെ ഷിബിലിമോനോട് ഞാൻ ആ സ്പോട്ടിൽ തന്നെ ജനലൊക്കെ അടക്കാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ തുറന്നിട്ട് എന്താ അറിയോ, നല്ലോണം കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഈ ഭാഗത്ത് ജനൽ തുറന്നിട്ട് നല്ല കാറ്റായിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും തുറന്ന് ഇടാറില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ പാമ്പിൻ്റെ ശല്യങ്ങളും അല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച കയറും വരും. അങ്ങനെ പിന്നെ ജനവാതിൽ തുറന്നിടാറില്ല കേട്ടോ. അങ്ങനത്തെ മാങ്ങ കൊണ്ടുള്ള ഒരു ടിപ്സ് കണ്ടില്ലേ, മാങ്ങ ഉപ്പിലിട്ട്. രണ്ടാമത്തെ ടിപ്സാണ് കേട്ടോ ഇത് അച്ചാറിടാണ്. ആദ്യമായിട്ടത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകും 2 പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഇത്തിരിയും പിന്നെ 2 തണ്ട് വേപ്പിലയും കൂടി കണ്ടിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടിത് നല്ലോണം ഒന്ന് വഴറ്റി അതിന് ശേഷം ഇത് ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നു, അതൊരു ഇത്തിരി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഇത് ഉപ്പിടാൻ മറന്നിരുന്നു, ഒരു ഇത്തിരി ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 ശർക്കരൻ്റെ അച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോഴൊക്കെ ഇത് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ഇത്തിരി സുർക്കയും കൂടിയാണ്ട് ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം ഇത് നല്ലോണം തിളച്ച് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് മൂടി വെച്ചു കേട്ടോ. പിന്നെ ഇത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു ഇത്തിരി കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം കുറുകി വന്നു കേട്ടോ. പിന്നെയാണ് കേട്ടോ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വെച്ചതായിരുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, മാങ്ങ ചേർക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ കട്ടിയിലും അതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിലുമാണ് കേട്ടോ മാങ്ങ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പിന്നെ അച്ചാർ അരിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ അതേ മുകളിൽ കടുകോ ഉലുവയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതായിരുന്നു കേട്ടോ. അതാണ് മുകളിൽ ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മൾ മാങ്ങച്ചാർ റെഡി ആയിട്ടോ. പിന്നെ അത് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കുപ്പിയിലോട്ട് ആക്കുന്നത്. അങ്ങനെ 2ാമത്തെ ടിപ്സും കഴിഞ്ഞില്ല. ഈ 3ാമത്തെ ടിപ്സ് അത് സാധാരണയായിട്ട് അടിക്കുന്ന മാങ്ങ ജ്യൂസ് കേട്ടോ. ഏലക്കായും പഞ്ചസാരയും പാലും കൂടി ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇത് അടിച്ചിട്ടുള്ളത്. പിന്നെ അത് 4ാമത്തെ ടിപ്സ് കേട്ടോ. 4ാമത്തെ ടിപ്സ് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാങ്ങ കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇത്തിരി ഉപ്പും മുളക് പൊടിയും കൂടി ഒന്ന് ഇട്ടിട്ട് മസാല അടിച്ചാണ് കേട്ടോ. എന്നാൽ എല്ലാവരും ഉള്ള സമയത്ത് ഉണ്ടാക്കാമെന്ന് വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ 4ാമത്തെ ടിപ്സായി.
പിന്നെ അത് അഞ്ചാമത്തെ ടിപ്സ് പച്ചമാങ്ങ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇക്ക മത്തി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും പിന്നെ ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു മാങ്ങയും ഇട്ടുകൊണ്ട് അതൊന്ന് മസാല ആക്കി. ഇനി ആറാമത്തെ ടിപ്സ് പഴുത്ത മാങ്ങ കൊണ്ടാണ്. പഴുത്ത മാങ്ങ കൊണ്ട് ശർക്കര വരട്ടി എന്നൊക്കെ പറയില്ല, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഴുത്ത മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കേടുണ്ടാകുന്നൊക്കെ നോക്കണേ. ഞാൻ ആദ്യം തന്നെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നല്ലോണം വാർന്ന് കൊടുക്കുക കേട്ടോ, വരയിട്ട് കൊടുക്കുക. ഉള്ളിലേക്ക് തട്ടുന്ന രീതിയിൽ വേണം കേട്ടോ വരട്ട് കൊടുക്കാൻ. പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം ഒരു ശർക്കരയുടെ അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് 2 ഏലക്കായും പിന്നെ ഒരു ഇത്തിരി ചെറിയ ജീരകം കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് കുക്കറിലിട്ടൊന്ന് മൂടി വെച്ചിട്ടാ. എന്നിട്ട് ഒറ്റ വിസിൽ മതിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ നമ്മൾ മാങ്ങ ശർക്കര വെട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലോണം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ശർക്കരയും ആ ചെറിയ ജീരകവും ഒക്കെ ഇതിൽ പിടിച്ചിരിക്കുമ്പോൾ നല്ലോണം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മാങ്ങ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.